ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻ സൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ മാസ്ക് അങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനാപുരത്താണ്. മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പം രാവിലെ എനിക്കൊരു ആഗ്രഹം, കപ്പയും ഉണക്കമീനും കൂടെ മേടിക്കാം എന്നുള്ളൊരാഗ്രഹം, കപ്പ കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, നമുക്കതിൻ്റെ റെസിപ്പി ഇന്ന് കാണാം. കപ്പയും ഉണക്കമീനും ചാള വാർത്തതും. പറഞ്ഞു വിട്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കപ്പയുണ്ട്. പെട്ടെന്ന് വേവുന്ന കപ്പയാണ് കേട്ടോ. പെട്ടെന്ന് വേവുന്ന കപ്പയാണെന്നാണ് കടക്കാരൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ മത്തിയുണ്ട്, കപ്പയുണ്ട്. ഓക്കെ, ഇതിട്ടൊന്നൊരു പിടി പിടിക്കണമായിരുന്നു. അപ്പോൾ ഇന്നത് എൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. നമുക്ക് കപ്പ ഇന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നമ്മൾ വേവിക്കുകയല്ല, ഇത് പുഴുങ്ങിയെടുക്കുകയാണ്. നമ്മൾ ഉണക്കമീൻ പൊടിച്ചതും കപ്പയും കൂടാണ് എടുക്കുന്നത്. ഉണക്കമീൻ പൊടിച്ചതും കപ്പയും കൂടെ. കപ്പയൊക്കെ പൊളിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. രണ്ടു മൂന്ന് തവണ കഴുകണം. പെട്ടെന്ന് വേവുന്ന കപ്പയാണ് കേട്ടോ, എന്നാലും രണ്ടു മൂന്ന് തവണ നമ്മൾ കഴുകണം. അപ്പോൾ നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട്, നല്ല തീയാണ്. നമ്മൾ ഈ മീനൊന്ന് വെട്ടി നല്ല വൃത്തിയായി കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മൾ വൃത്തിയായി കൊണ്ട് വന്നിട്ട് ബാക്കി പ്രോസസ്സ് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ മീനെ രണ്ടു തവണ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പാന് സ്റ്റൗ വെച്ചിട്ടുണ്ട്, അത് ചൂടായി. അതിനകത്തോടെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ അപ്പം നമ്മുടെ കലയിലിട്ട് നല്ലതായിട്ട് പൊടിക്കാൻ പോവാണ് ഇതെല്ലാം കൂടെ ചേർത്ത്. ഇതിനകത്തുള്ളത് കൊച്ചുള്ളിയുണ്ട്, വറ്റൽമുളക് തീക്കനലിട്ട് ചുട്ടതാണ് വറ്റൽമുളക്, ഉപ്പുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പുളിയുണ്ട്, പിന്നെ നമ്മുടെ മുന്നമേ നിൽക്കുന്ന ഉണക്കമീനുണ്ട്. ഉണക്കമീൻ എന്ന് പറയുന്നത് മത്തിയാണ് സംഭവം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമ്മുടെ കല്ലിട്ട് നല്ലതായിട്ട് പൊടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പൊടിക്കാൻ പോവാണ്. ഉപ്പ് നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഉപ്പ് കുറച്ചേ എടുത്തുള്ള കാര്യം, ഓൾറെഡി മീൻ നല്ല ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനിയിപ്പം മീൻ ഉപ്പ് ഉണ്ടായതുകൊണ്ടാണ്, ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ കൊച്ചുള്ളിയും ഇഞ്ചി എല്ലാം കൂടി ഇട്ട് പൊട്ടിക്കുകയാണ്. കൊച്ചുള്ളിയും ഇഞ്ചി എല്ലാം പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മീനും കൂടി ഇട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. എന്നാ മണം പൊടിച്ചെടുത്തതിന്. മീൻ നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, ഉണക്കമീൻ നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കതിപ്പോൾ എടുത്തിട്ടുണ്ട്. കല്ലുള്ളതൊക്കെ നമ്മൾ വടിച്ചെടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോഴേ നമ്മൾ കപ്പ റെഡി ആയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ഉണക്കമീൻ പൊള്ളിച്ച് കല്ലായിട്ട് നല്ലതായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിനെ ചേരുവകൾ ചേർത്ത് നിങ്ങൾ കണ്ടു കാണും. എങ്ങനെയാ ഉണക്കമീൻ ചേരുവ ചേർത്ത് ഉള്ളി ചേർത്തു, വറ്റൽമുളക് കനലിട്ട് പൊള്ളിച്ചത്,
പിന്നെ ഇഞ്ചി ചേർത്തു, പുളി ചേർത്തു, ഉപ്പ് ചേർത്തു. ഇത്ര ഐറ്റങ്ങൾ ചേർത്തിട്ടാണ്, കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഐറ്റങ്ങൾ ചേർത്തിട്ടാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പൊടിച്ചതുകൊണ്ട്, ഉണക്കുകയും പൊടിച്ചതുകൊണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ നമുക്ക്. ഓക്കെ, ഇത് കഴിക്കുമ്പോൾ പഴയ കാല ഓർമ്മകൾ വരും കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കപ്പ. കപ്പയും മുളകടച്ച് പറഞ്ഞാൽ എന്നാ രുചി. അതിൻ്റെ ഒരു കട്ടൻ ചായകൾ കുടിക്കണം, ചൂട് ഐറ്റങ്ങൾ കുടിക്കണം, എന്നാ ടേസ്റ്റ് അറിയാൻ പറ്റും, പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സമയത്തൊക്കെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു പീസ് കപ്പ എടുക്കുക, ഇതിലൊന്ന് പൊള്ളിക്കുക. ഓക്കെ, ഒന്ന് വേറെ ലെവലാണ് മക്കളെ, വേറെ ലെവല്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അത്ര എനിക്ക് പറയാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു ഐറ്റമാണ്, അടിപൊളി ഒരു ഐറ്റം. നിങ്ങളിത് ചെയ്ത് നോക്കുക, പൊളിയും. ഓക്കെ, ഇതുകൊണ്ട് ഇരിക്കട്ടെ. എൻ്റെ ചുറ്റിനും ഒരുപാട് പേരുണ്ട്. ഓക്കെ, എല്ലാവരും ഇതിനു വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിയുമ്പം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോഴേ നാളെ പുതിയ വീഡിയോസുമായി വരാം. അതുവരേക്കും ബൈ. ഓക്കെ.